ബിഗ് ബോസ് സീസൺ 6 സൺഡേ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. തികച്ചും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടൊരു എപ്പിസോഡ്. അതായത് സാറ്റർഡേ എപ്പിസോഡിൽ എത്രത്തോളം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തു, അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിലും അത് ആ ഒരു ലെവലിൽ തന്നെ പിടിച്ച് പോയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു സൺഡേ എപ്പിസോഡും. അതായത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നും ലാലായിട്ട് ചോദിച്ചില്ല. ഇന്നലത്തെ എപ്പിസോഡ് ചോദിച്ചില്ല, ഓക്കെ. സൺഡേ എപ്പിസോഡ് ഉണ്ടല്ലോ, സൺഡേ എപ്പിസോഡ് ചോദിക്കുമെന്ന് വിചാരിച്ച് അപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിച്ച് സമയം കളയുന്ന ഒരു എപ്പിസോഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എടുത്ത് പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ ഹൈജീൻ ഇഷ്യൂ പ്രൊമോയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ ഫ്രൈ ചെയ്യുന്നു. പക്ഷേ അതൊരു കോമഡി എലമെൻറ്റിലോട്ട് മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കണ്ടത്. അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായത്. അതുപോലെ തന്നെ ജയിലിൽ ഇഷ്യൂ, അതും കോമഡിയാക്കി മാറ്റുന്ന ലാലേട്ടനാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക ടീമിനെ നല്ല രീതിയിൽ ലാലേട്ടൻ പാമ്പർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഇനിയിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം ഞാൻ ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ സീസൺ 5 അഖിൽമാരാറിനെ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3, 4 വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അഖിൽമാരാറെ വന്നിട്ട് ലാലേട്ടൻ വന്ന് തകർത്തിട്ട് പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രേക്ഷകരെല്ലാവരും അഖിൽമാരാറ് ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നത്. ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ടീം അഖിൽമാരാറെ ഭാഗത്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ വന്നിട്ട് ലാലേട്ടൻ വന്ന് അഖിൽമാരാറെ തകർത്ത് തരിപ്പണമാക്കി പോകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇത്തവണയും ഇറക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2 കണ്ടസ്റ്റൻറ്റുകളാണ് ഇത്തവണ അടിച്ചിരുത്തിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ജിൻഡോയും 2 സിബിനും. 2 പേരും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ 2 പേരെ നല്ല രീതിയിൽ അടിച്ചിരുത്തുന്ന എപ്പിസോഡുകളായിരുന്നു ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ എപ്പിസോഡുകൾ. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾക്കെതിരെയാണ് ഈ ഒരു ഫോർമാറ്റ് അറ്റാക്ക് വരാറ്. അപ്പോൾ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരത്തിൽ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ പ്രേക്ഷകർ ഇതാണ് പറയുന്നത്. ഏത് പ്രേക്ഷകരാണ് ഇത് പറയുന്നത്? ഒരു പ്രേക്ഷകരും പറയാത്ത കാര്യങ്ങളാണ് ലാലേട്ടൻ അതിൻ്റെ അകത്ത് പോയിട്ട് പ്രേക്ഷകരുടെ തലയിൽ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ ഷോ കാണാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിലൊരു ചേച്ചിയുടെ കയ്യടി, റസ്മിനെ ചോദ്യം ചോദിച്ചപ്പോഴും ജാസ്മിനെ ചോദ്യം ചോദിച്ചപ്പോഴും ഒക്കെ ഉള്ള അവരുടെ ഒരു കയ്യടി, അതാണ് യഥാർത്ഥ പ്രേക്ഷകരുടെ അഭിപ്രായം. ആ ഒരു ചേച്ചിയുടെ റിയാക്ഷനാണ് എല്ലാ ജനങ്ങളുടെയും റിയാക്ഷൻ. എല്ലാ ജനങ്ങളും നല്ലൊരു പ്രത്യേക ടീമുകളുടെ ഫാൻസിനെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മെജോറിറ്റി ആയിട്ടുള്ളൊരു ടീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജിൻഡോക്ക് പപ്പറ്റ് അവാർഡ് കൊടുത്തൊരു സിറ്റുവേഷൻ, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ലാലേട്ടൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും, ലാലേട്ടൻ തന്നെ അതിന് മറുപടി പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പപ്പറ്റ് ഇഷ്യൂ എടുത്തിരുന്നത്. ലാലേട്ടൻ പലരോടും അഭിപ്രായം ചോദിക്കുന്നു. ഈ ജിൻഡോയെയും സിബിനെയും പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കുന്ന ആളുകളുടെ പേരാണ് കോമഡി. ഫസ്റ്റ് ജാസ്മിൻ, ഗബ്രി, നോറ, റസ്മിൻ. ഇവരെ വിട്ടൊരു കളിയില്ല. എന്തെങ്കിലും ഒരു കാര്യം ഇവരെ പറ്റി ചോദിക്കാണ്ടെങ്കിൽ നോറ എന്താണ് അഭിപ്രായം, ജാസ്മിൻ എന്താണ് അഭിപ്രായം, ഗബ്രി എന്താണ് അഭിപ്രായം, റസ്മിൻ എന്താണ് അഭിപ്രായം. ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളോടൊന്നും ചോദിക്കുന്നില്ല. ആകെ ഒരാളോട് ചോദിച്ചാൽ പൂജ കറക്റ്റ് മറുപടി കൊടുക്കുകയും ചെയ്തു. സിബിനെ പറ്റിയുള്ള സിറ്റുവേഷനിൽ പൂജ പുറത്തുള്ള ആളുകൾ പലതും പറയും, നീ എന്താ കളിക്കുന്നത്, അതാണ് പെർഫെക്റ്റ്, അങ്ങനെ കളിച്ചാൽ മതിയെന്ന്. ലാലേട്ടൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ പപ്പറ്റായിരിക്കുന്നത് ലാലേട്ടനാണ്. ബിഗ് ബോസ് എന്നൊരു ഷോ ഡയറക്ടറിൻ്റെ പപ്പറ്റായിട്ട് അവിടെ നിന്ന് കളിക്കുന്ന ഒരു ലാലേട്ടനാണ് ഈ 2 എപ്പിസോഡുകളിൽ കണ്ടത്. ലാലേട്ടൻ ഇതിന് മുന്നുള്ള എപ്പിസോഡുകളിൽ വന്നിട്ട് ഫയറായിട്ട് പോയപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചതാണ്, അടിപൊളിയാണ്. അതേ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഷോ ഡയറക്ടർ എന്ത് പറയുന്നു അതേപോലെ അവിടെ വന്ന് പെർഫോം ചെയ്തു പോകുന്നൊരു ലാലേട്ടനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ നമ്മൾ പ്രേക്ഷകർ ഇത്രയും വലിയ ജനപിന്തുണയുള്ളൊരു നടൻ ഇങ്ങനെ വന്നിട്ട് പെരുമാറുമ്പോൾ അത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം തമിഴ് ബിഗ് ബോസ് ആയാലും ഹിന്ദി ബിഗ് ബോസ് ആയാലും സൽമാൻ ഖാൻ്റെയും കമൽഹാസൻ്റെയും ഒന്നും ഈ വക ഐറ്റംസ് ഒന്നും നടക്കില്ല. അവരൊക്കെ സ്വന്തമായിട്ട് നിലപാടിൽ ഉറച്ചു നിന്ന് സ്വന്തമായിട്ട് ഷോയുടെ സ്പോട്ടിൽ തീരുമാനങ്ങൾ ഇറക്കി പോകുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഭയങ്കര ഡിഫറൻ്റാണ്. ഷോ ഡയറക്ടർ എന്ത് പറയുന്നു അത് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരു ലാലേട്ടനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പപ്പറ്റിൻ്റെ അവാർഡ് എനിക്ക് ഏറ്റവും കിട്ടാൻ യോഗ്യത എനിക്ക് തോന്നിയത് ലാലേട്ടനാണ്. ഷോ ഡയറക്ടറിൻ്റെ പപ്പറ്റായിട്ട് അവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ലാലേട്ടനാണ് ഞാൻ കണ്ടത്. അപ്പോൾ ജിൻഡോക്ക് കൊടുത്തതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം ജിൻഡോ അവിടെ ഒരു 1 മാൻ ആർമിയാണ്. ജിൻഡോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആര് പറഞ്ഞാലും കേട്ടിരിക്കും. പക്ഷേ അളിയൻ്റെ മൈൻഡിൽ വേറെ തിങ്കിങ് ആയിക്കോളും. അവിടെ എത്രയോ ലൈവിൽ ജിൻഡോ വന്ന് സംസാരിക്കുന്നുണ്ട്. സിബിൻ എന്നെ അങ്ങനെ പറയാൻ നോക്കുന്നുണ്ട്, ഇങ്ങനെ പറയാൻ നോക്കുന്നുണ്ട്. അവൻ്റെ അവൻ്റെ കയ്യിലേ ഇരിക്കുള്ളൂ. ജിൻഡോ ഒറ്റ ലെവലിൽ കളിക്കുന്ന ഒരാളാണ്. ജിൻഡോയെ ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ജിൻഡോ അവിടെ വന്നത് ഒരു ഉറച്ച തീരുമാനത്തിൽ ഒറ്റക്ക് കളിക്കും, ഒറ്റക്ക് മുന്നോട്ട് പോകുന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൽ വന്ന ആളാണ്. സിബിൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ജിൻഡോ അവിടെ കളിക്കുന്നതെങ്കിൽ സിബിൻ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന ടൈമിൽ സിബിൻ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു, നീ വാക്കൗട്ട് ചെയ്യണം, അതാണ് മാസ്, ഇറങ്ങണ്ടെന്ന് പറയണം. സിബിൻ്റെ പപ്പറ്റായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഞാൻ കളിക്കുമെന്നുള്ള വാശിയിൽ തന്നെയല്ലേ പുള്ളി കളിച്ചത്. എത്രയോ കാര്യങ്ങൾ ലൈവ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവും. സിബിൻ എത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാലും ജിൻഡോ തൻ്റെ മൈൻഡിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടോ അതേ ചെയ്യുള്ളൂ. ജിൻഡോ അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അത് വേറെ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിബിനെ ചേർത്ത് ഋഷിയോ ശരണിയോ ആരെ പറഞ്ഞിരുന്നെങ്കിലും ഓക്കെയാണ്. പക്ഷേ ജിൻഡോയെ
സെലക്ട് ചെയ്തത് റോങ്, വെരി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജാസ്മിനോടൊക്കെ സംസാരിക്കുമ്പോൾ ജാസ്മിനൊക്കെ ശരിക്കും ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് ലാലേട്ടനോടൊക്കെ സംസാരിക്കുന്നത്. മൈക്കിടാത്ത കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഇടാറുണ്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് വേറെ ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഒരു റെസ്പെക്ട് കൊടുക്കും ലാലേട്ടനല്ലേ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇത് പറഞ്ഞു തന്നെ പിന്നെ പറഞ്ഞ് ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് നിൽക്കുന്ന ജാസ്മിനൊക്കെയാണ് ഇന്ന് കണ്ടത്. അതേസമയം ലാലേട്ടൻ തിരിച്ച് മോളെ എന്താ മോളെ പോട്ടെ മോളെ അങ്ങനെയല്ല മോളെ ഇങ്ങനെയാണ് മോളെ അങ്ങ് കൊഞ്ചിച്ച് അങ്ങ് ഞാൻ പറഞ്ഞ കൂടിപ്പോ അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസാണ് ലാലേട്ടൻ ഈ ഒരു കാറ്റഗറി ആളുകളോട് കാണിക്കുന്നത്. അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതായത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തോ, പക്ഷെ ഒരു മയമൊക്കെ വേണ്ടേ? കാണുന്ന പ്രേക്ഷകരെ എന്ത് വിചാരിക്കും? ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ളൊരു നടനല്ലേ, ആ ഒരു ചിന്ത ഒന്നും ഇല്ലാത്ത രീതിയിൽ അതെന്താ മോളെ പോട്ടെ മോളെ കലിപ്പാകുന്നുണ്ട്. അത് എന്തിനും ആർക്കോ വേണ്ടി കാണിക്കുന്ന പോലെ ലാലേട്ടൻ കലിപ്പാകുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഷുഗർ കോട്ട് ചെയ്തുള്ള സംസാരമാണ് ലാലേട്ടൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. വളരെ ബോറിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ആയതുകൊണ്ട് എനിക്ക് ഈ എപ്പിസോഡിനെ പറ്റി കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. പിന്നെ നാളത്തെ എപ്പിസോഡ് കുറച്ച് ക്രൂഷ്യലാണ്. കാരണം ഇപ്പോൾ അറിഞ്ഞ ന്യൂസുകൾ വരുന്നത് ശരിയാണെങ്കിൽ പൂജ വാക്കൗട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പൂജക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പുറത്ത് പോയി ഹോസ്പിറ്റലിലായി, അതുകൊണ്ട് ഷോ ക്വിറ്റ് ചെയ്യാണെന്നാണ് കേട്ടത്. പിന്നെ പ്രൊമോയിൽ എല്ലാവരും കണ്ടല്ലോ ഇമോഷണലി താഴ്ന്നിരിക്കുന്ന സിബിനാണ് നമ്മൾ കാണുന്നത്. നാളെ നോമിനേഷനിലുണ്ട്. അപ്പോൾ സിബിനും ജിൻഡോയും തിരിച്ച് കയറി വന്നാലേ ഷോ കഴിഞ്ഞ് കളറാവുള്ളൂ. കാരണം ജാസ്മിൻ്റെയും നോറയുടെയും റസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ കൈ കിടന്നുള്ളൊരു ഷോ ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരിക്കുള്ളൂ. അതേസമയം ഈ പറഞ്ഞ ജിൻഡോ ആയാലും സിബിനായാലും കയറി വന്ന് കളിച്ചാൽ അവർക്ക് അവിടെ നിന്നൊരു അവർക്ക് ഇത്രയും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുവാണെങ്കിൽ വേറെ ലെവൽ കളികൾ ഇനി കാണാൻ പറ്റും. പക്ഷേ ഇമോഷണലി ബ്രേക്ക് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ കയറി വരാനായിട്ട് എത്ര ടൈം എടുക്കും എന്നറിയില്ല. ഇതിൻ്റെയൊക്കെ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൻ്റെ അഹങ്കാരം കംപ്ലീറ്റ് ഈ ഒരു ടീം ഇനി ഈ വീക്ക് മൊത്തം കാണിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ ഒരു ഇതുമില്ലാത്ത രീതിയിൽ ജാസ്മിനെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജാസ്മിന് നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുള്ള കാര്യം 100% ഉള്ളൂ. വലിയൊരു ടീം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ജാസ്മിൻ ചെയ്യുന്ന വെറും വൃത്തിയുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ഫാൻസ് ഉണ്ട്. അതും ന്യായീകരിക്കാനായിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ജാസ്മിൻ എന്തായാലും നോമിനേഷനിൽ വന്നാലും കയറി പോരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഷോയുടെ നിലവാരം ഇടിഞ്ഞു എന്ന് പറയുന്നിടത്ത് ഷോയുടെ TRP റേറ്റ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.